ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നവർക്കുള്ളതാട്ടോ. ഫ്യൂച്ചേഴ്സിൽ ഞാനും ഫ്യൂച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചേഴ്സിൽ നമ്മളുടെ സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കിഡിലൻ എൻട്രി, അതായത് മെയിൻ അസറ്റിനെക്കാട്ടും നമുക്ക് ഫ്യൂച്ചേഴ്സിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ ബാക്ക് ടെസ്റ്റിലൂടെ ഞാൻ ഒരു അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. അതായത് ബാക്ക് ടെസ്റ്റിലൂടെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മെയിൻ അസറ്റിൻ്റെ ഒക്കെ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് കൂടുതൽ മാനിപ്പുലേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇതാണ് ഫ്യൂച്ചേഴ്സ്. ഓക്കെ. സോ ഫ്യൂച്ചേഴ്സിൽ നാസ്ഡാക്ക് എന്ന് പറയുന്ന ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ഒരു കിഡിലൻ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. സോ ഈ ട്രേഡിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സോ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാം. ഓക്കെ, ഈ വീഡിയോ ക്ലോസ് ചെയ്തോ. ഇത് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നവർക്കുള്ളതാണ്. ഫ്യൂച്ചേഴ്സിൽ നാസ്ഡാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നാസ്ഡാക്കിന്റെ തന്നെ നമ്മളുടെ മെയിൻ അസറ്റിലാണ്. അതിന്റെ പേര് US Tech 100 ക്യാഷ്, അതായത് $100. US Tech 100 ക്യാഷ് എന്നാണ് അതിന്റെ മെയിൻ അസറ്റിന്റെ പേര്. നാസ്ഡാക്ക് എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര്, അതായത് ഫ്യൂച്ചേഴ്സ് നെയിം ഒക്കെ. ഓക്കെ. സോ ഇതിൽ നമുക്കൊരു കിഡിലൻ എൻട്രി കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് സ്ട്രക്ചർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്കും ഉണ്ട് അവിടെ. സോ ഓർഡർ ബ്ലോക്കിന്റെ മേലത്തെ ലിക്വിഡിറ്റി ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ട് അടിയിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. സോ നമ്മൾ വെയിറ്റ് ചെയ്യാണ് എന്താണ് ഈ ഫ്യൂച്ചേഴ്സ് സംഭവിക്കുക എന്നുള്ളത്. ഫ്യൂച്ചേഴ്സിന് നമുക്ക് നമ്മളെ എൻട്രി റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്, അതായത് 20,099 റേഞ്ചാണ് നമ്മളുടെ എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഏകദേശം നമ്മൾ എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറന്റ് പ്രൈസ് പൊസിഷൻ എന്ന് പറയുന്നത് 20,163 ഓക്കെ. സോ ഈ പ്രൈസ് റേഞ്ചിൽ നിന്ന് അത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, US Tech 100 ക്യാഷ് എന്ന് പറഞ്ഞൊരു അസറ്റ് ഉണ്ടാവും, അതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇത് ഫ്യൂച്ചേഴ്സ് ആണ്. നമ്മൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്, ഇത് നല്ല മൊമെന്റം തരുന്നതാണ്. ഇത് ഓപ്പൺ ആവുന്ന ടൈം എന്ന് പറയുന്നത് ന്യൂയോർക്ക് ടൈമിലാണ്. ഇത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഒരു സാധനമാണ്. ഓക്കെ. ഇത് ന്യൂയോർക്ക് ടൈമിലാണ് ഇത് ഓപ്പൺ ആവുക, അതായത് 6:30 ആ ടൈമിലേക്ക് ആയിരിക്കും ഇത് ഓപ്പൺ ആവുക. ഓക്കെ. സോ നമുക്ക് എന്തായാലും ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ കറക്റ്റ് ഓപ്പൺ ആവുന്ന ടൈമിൽ എന്തൊരു ഡിഫറൻസ് ഉണ്ട് തോന്നുന്നു ഞാൻ പറഞ്ഞതായിട്ട് തമ്മിൽ. എനിക്ക് കറക്റ്റ് അതിന്റെ ഒരു ഡീറ്റെയിൽസ് അറിയില്ല. ഓപ്പൺ ആവുന്നത് ഇത് 24 hours മാർക്കറ്റ് ആണോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്, US നാസ്ഡാക്ക് ഒക്കെ. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. സോ ഈ ഒരു എൻട്രി പക്ക എൻട്രി ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം ഒരു ഈ ഒരു റേഞ്ചൊക്കെ ആയിട്ടാണ് വരിക. അതായത് ഇതിന്റെ അടിയിലായിട്ടാണ് നമ്മൾ ഫസ്റ്റ്, അതായത് ഒരു 19,900 നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് ടാർഗറ്റ് എങ്കിലും അടിക്കാതെ അത് എന്തായാലും മേളിലോട്ട് കയറൂല, അത് 90% നമുക്ക് ഷുവറാണ്. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. നാളെ നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യും. അതായത് ഇത് ഇനി ഇറങ്ങിയിട്ടാണോ കയറിയിട്ടാണോ, നമ്മൾ ഫ്യൂച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ ഫോറക്സിൽ ഒതുങ്ങുന്നില്ല, നമ്മൾ ഇനി ഫ്യൂച്ചേഴ്സിലേക്കും കൂടി പോവുകയാണ്. അതായത് ഇപ്പോൾ ബിനാൻസിന്റെ തന്നെ നമ്മൾ ബിറ്റ് കോയിൻ്റെ ഒക്കെ ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങി ഡെൽറ്റ എക്സ്ചേഞ്ചിൽ. ഓക്കെ. നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് വർക്ക് ആവും എന്നുള്ളത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കും ഇത് എന്തായാലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഡിസ്കോർഡിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ, നിങ്ങൾക്ക് ഓത്തായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കാം, എന്ത് കാര്യം ഉണ്ടെങ്കിലും ട്രേഡിങ്ങിനായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാം. അക്കൗണ്ട് പർച്ചേസ് ചെയ്യാനോ, അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്, വിഡ്രോവലിന്റെ ഇഷ്യൂസ്, ഇതൊക്കെ ആയിട്ട് നമുക്ക് ഗോൾഡ് ഫണ്ടിന്റെ ഒഫീഷ്യൽസ് ആയിട്ട് നേരിട്ട് നമ്മൾ ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാൻ പറ്റും. ഓക്കെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൽ ജോയിൻ ചെയ്തോ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത്. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എന്തായാലും നെക്സ്റ്റ് 2 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇത് SL അടിച്ചാലും TP അടിച്ചാലും നമ്മൾ എന്തായാലും അത് പുറത്ത് വിടുന്നതാണ്. ഓക്കെ. സോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.